നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരേ നാരായണായ നമ. ലൂകാരമാദി മുതലായിട്ടു ഞാനുമിഹ കൈകൂപ്പി വീണുടനിരക്കുന്നു നാഥനോടു ഏകാന്ത ഭക്തിയകമേ വന്നുദീപ്പതിനു വൈകുന്നതെന്തു ഹരി നാരായണായ നമ. നാരായണായ നമ നാരായണായ നമ ഹരിനാമ കീർത്തനം ശ്രീ ബാലകൃഷ്ണൻ നായർ സാർ എഴുതിയ വ്യാഖ്യാനത്തിൻ്റെ ഓഡിയോ ബുക്ക് നമുക്ക് തുടർന്ന് കേൾക്കാം. 23-ാം പദ്യം. നാമമാഹാത്മ്യമാണ് ഇതുവരെ വിവരിച്ചത്. നാമജപ സാധന ചിത്തശുദ്ധിയിൽ കൂടി ഏകാന്തഭക്തിയിൽ കലാശിക്കണം. ഏതിലും ഒരേ ഈശ്വര തത്വത്തെ തന്നെ കണ്ട് മനം കുളിർക്കുന്നതാണ് ഏകാന്തഭക്തി. ഒന്നിൽ തന്നെ അവസാനിക്കുന്ന ഭക്തിയാണല്ലോ ഏകാന്തഭക്തി. ഈ ഏകാന്തഭക്തി വന്നു ചേരാൻ ഇനിയും താമസിക്കരുതേ എന്നാണ് അടുത്ത പദ്യത്തിൽ അപേക്ഷിക്കുന്നത്. നൂകാരമാദി മുതലായിട്ടു ഞാനുമിഹ കൈകൂപ്പി വീണുടനിരക്കുന്നു നാഥനോടും ഏകാന്ത ഭക്തിയകമേ വന്നുദിപ്പതിന് വൈകുന്നതെന്ത് ഹരിനാരായണായ നമഃ. നൂകാരമാദി മുതലായിട്ട് നൂ എന്ന നാമത്തിൽ ആരംഭിച്ച് ഇഹ ഞാനും, ഇവിടെ ഞാൻ, നാഥനോട് എൻ്റെ ഇഷ്ടദേവനോട് കൈകൂപ്പി തൊഴുത് വീണുടൻ നമസ്കരിച്ച് ഇരക്കുന്നു അപേക്ഷിക്കുന്നു ഏകാന്തഭക്തി, എവിടെയും ഒരേ ഈശ്വരനെ കണ്ട് ആനന്ദിക്കാൻ കഴിയുന്ന വിധമുള്ള ഭക്തി, അകമേ വന്നുദിപ്പതിന് ഉള്ളിൽ നിറയുന്നതിന് വൈകുന്നതെന്ത്, എന്താണിത്ര താമസം? ഹരിനാരായണായ നമഃ. ഹരിനാരായണന് നമസ്കാരം. നൂ എന്ന ഇഷ്ടദേവതാ നാമത്തിൽ ആരംഭിച്ച് ജപസാധനയഭ്യസിച്ചുകൊണ്ട് ഇവിടെ ഞാൻ എൻ്റെ ഇഷ്ടദേവനെ തൊഴുത് നമസ്കരിച്ച് അപേക്ഷിക്കുന്നു. എവിടെയും ഒരേ ഈശ്വരനെ തന്നെ കണ്ട് ആനന്ദിക്കാൻ കഴിയുന്ന വിധമുള്ള ഭക്തി ഉള്ളിൽ നിറയുന്നതിന് എന്താണിത്ര താമസം? ഹരിനാരായണന് നമസ്കാരം. ഏകാന്ത ഭക്തി നാമജപ സാധനയിൽ കൂടി നേടേണ്ട ലക്ഷ്യമാണ് ഏകാന്ത ഭക്തി. കോടിക്കണക്കിന് തിരുനാമങ്ങൾ ഉള്ളവയിൽ ഏതും ആകാമെന്ന് പറഞ്ഞുവല്ലോ. നു എന്ന നാമത്തിന് ദേവി, ശിവൻ എന്നൊക്കെ അർത്ഥമാകാം. ശ്ലോകം നൂകാരത്തിൽ തുടങ്ങേണ്ടതായി വന്നതുകൊണ്ട് ഈ നാമം അംഗീകരിച്ചു എന്നേ ഉള്ളൂ. ഇഷ്ടദേവതയുടെ ഏതു നാമവും ചൊല്ലി ജപം ആരംഭിക്കാം. പിന്നീട് അദ്വൈത സാക്ഷാത്കാര രൂപത്തിലുള്ള ഏകാന്തഭക്തിയിൽ എത്തിച്ചേർന്ന മഹാന്മാർ പലരും ഇഷ്ടദേവത ഉപാസനയിൽ കൂടിയാണ് അത് സാധിച്ചതായി കാണുന്നത്. ചിലർ ശിവനെ ഇഷ്ടദേവതയായി അംഗീകരിക്കുമ്പോൾ മറ്റു ചിലർ സുബ്രഹ്മണ്യനെ അംഗീകരിക്കുന്നു. ഇതുപോലെ രാമനെയോ കൃഷ്ണനെയോ ദേവിയെയോ ഒക്കെ ഇഷ്ടദേവതാരൂപത്തിൽ അംഗീകരിക്കാവുന്നതാണ്. ബ്രഹ്മപ്രതീകമായി ഇഷ്ടദേവനെ അംഗീകരിച്ച് ജഗത്ത് മുഴുവൻ ഇഷ്ടദേവൻ്റെ രൂപാന്തരമായി കണ്ട് ചിത്തം അതിൽ ഏകാഗ്രപ്പെടണം. തുടർന്ന് ഇഷ്ടദേവതാരൂപം കൂടി ഉപേക്ഷിക്കുന്നതോടെ സമാധി ദശയിൽ നിർവികൽപ്പമായ ആത്മരൂപം തെളിയുന്നു. അതോടെ ഇഷ്ടദേവതാരൂപത്തിലായാലും ആത്മരൂപത്തിലായാലും സർവത്ര ഈശ്വരനെ മാത്രം കാണാൻ കഴിയുന്ന മട്ടിലുള്ള ഏകാന്തഭക്തി സംജാതമാവുകയും ചെയ്യുന്നു. മനുഷ്യനായി ജനിച്ചാൽ ഒരാൾ പരമമായി ലക്ഷ്യമാക്കേണ്ടതെന്താണെന്ന് ഭാഗവതത്തിൻ്റെ ആരംഭത്തിൽ ശൗനകാദി മുനിമാർ സൂതനോട് ചോദിക്കുന്നു. സൂതൻ
പരമലക്ഷ്യമായി ഈ ഏകാന്ത ഭക്തിയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. സവൈ പുംസാം പരോധർമ്മോ യതോ ഭക്തിരധോക്ഷജേ അഹൈതുക്യൈ പ്രതിഹതാ യയാത്മാ സംപ്രസീദതി അഹൈതുക്യൈ പ്രതിഹത യയാത്മാ സംപ്രസീദതി. ഭഗവാങ്കൽ ഇടതടവില്ലാത്ത നിഷ്കാമഭക്തി നേടിത്തരാൻ എന്തിന് കഴിവുണ്ടാകുമോ അതാണ് പുരുഷനായി ജനിച്ചാൽ അനുഷ്ഠിക്കേണ്ട പരമധർമ്മം. അതുകൊണ്ട് മാത്രമേ ഹൃദയം പ്രസന്നമാവൂ. പരമപ്രേമം ഭഗവാങ്കൽ ഉറപ്പിക്കുന്നതാണ് ഭക്തി എന്ന് നാരദനും ഭക്തിയെ നിർവചിക്കുന്നു. ഭക്തന്മാരിൽ തന്നെ ഏകാന്ത ഭക്തന്മാർ മുഖ്യന്മാരാണെന്നത്രേ നാരദൻ ഭക്തിസൂത്രം 5-ാം അധ്യായത്തിൽ ആദ്യ സൂത്രത്തിൽ തന്നെ പ്രസ്താവിക്കുന്നത്. ഭക്ത ഏകാന്തിനോ മുഖ്യാഹ എന്നാണ് സൂത്രം. ഏകാന്ത ഭക്തന്മാരാണ് മുഖ്യന്മാർ എന്നത്രേ സൂത്രാർത്ഥം. മനുഷ്യൻ്റെ സ്വധർമാനുഷ്ഠാനം ഈ ഭക്തിയെ വർദ്ധിപ്പിക്കുന്നില്ലെന്നു വന്നാൽ വൃഥാശ്രമമായി കലാശിക്കുമെന്നാണ് ഭാഗവത മതം. ഈ ഏകാന്ത ഭക്തി അചിരേണ ലഭ്യമാകണമെന്നാണ് ആചാര്യൻ പ്രസ്തുത ശ്ലോകത്തിൽ പ്രാർത്ഥിച്ചിരിക്കുന്നത്. ഒരേകാന്ത ഭക്തൻ്റെ ലക്ഷണങ്ങൾ ഗീത 12-ാം അധ്യായം നോക്കി വിശദമായി മനസ്സിലാക്കുക. ഏകാന്ത ഭക്തിയും തത്ഫലമായുണ്ടാകുന്ന ഏകാന്ത യോഗവും അത്ര എളുപ്പം നേടാവുന്നവയല്ല. തീവ്ര വൈരാഗ്യവും സമ്പൂർണമായ മമതാത്യാഗവും കൊണ്ട് മാത്രമേ അവ കൈവരൂ. തുടർന്ന് നിരന്തരമായ ധ്യാന അഭ്യാസവും. അഭ്യാസ വൈരാഗ്യങ്ങൾ കൊണ്ട് പാകത വരാത്ത ഒരാൾ വെറുതെ ഏകാന്ത യോഗിയെപ്പോലെ അഭിനയിച്ചതുകൊണ്ട് ഫലമാകില്ല. ആധ്യാത്മികമായ അനുഭൂതി അഭ്യാസ വൈരാഗ്യങ്ങളിൽ കൂടി സ്വാഭാവികമായി വന്നു ചേരേണ്ടതാണ്. കൃത്രിമമായ അനുകരണം ഫലം നൽകുകയില്ലെന്നു മാത്രമല്ല പതനത്തിന് കാരണമായും ഭവിക്കും. ഇക്കാര്യമാണ് അടുത്ത പദ്യത്തിൽ വിവരിക്കുന്നത്. ഓഡിയോ ബുക്ക് തുടരുന്നതാണ്. നാരായണായ നമ നാരായണായ നമ നാരായണ സകല സന്താപനാശന ജഗന്നാഥ